അധികാരത്തിൻ്റെ പരമോന്നതിയിലിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോൽ തിരിച്ചു കൊടുക്കുന്നത്. ഹിജ്റ 8-ാം വർഷമാണ് മക്ക വിജയം ഉണ്ടാകുന്നത്. മുസ്ലിങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് മക്ക. അവിടെ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ആഗ്രഹമായിരുന്നു കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. താക്കോല് അന്വേഷിച്ചപ്പോൾ ഒരു അമുസ്ലിമായ ഒരു ബനീ ശൈബ ഗോത്രത്തിൽപ്പെട്ട ഒരു ഉസ്മാൻ ബിൻ ത്വൽഹ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സഹാബത്തുകളെ പറഞ്ഞു വിട്ടാണ് താക്കോല് വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഇദ്ദേഹം വളരെ ഭയത്തോടു കൂടിയാണ്. കാരണം ആരും ഇല്ലല്ലോ. കാരണം ചോദ്യം ചെയ്യപ്പെടാൻ ഇല്ലാത്ത അധികാര സ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത്. അദ്ദേഹം വളരെ ഭയത്തോടുകൂടി താക്കോല് സഹാബത്തെടുത്ത് കൊടുത്തു വിടാണ്. നബി താക്കോല് തുറന്ന് നമസ്കാരം തുടങ്ങിയ സമയത്ത് അലി റളിയല്ലാഹുവിനും അബ്ബാസ് റളിയല്ലാഹുവിനും പുറത്ത് കാവൽ നിൽക്കാൻ നബിയുടെ നമസ്കാരം കഴിഞ്ഞിട്ട് താക്കോല് ഇവരെ കൈവശമാക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുകയാണ് സൂറത്ത് നിസായിലൂടെ. അതായത് യഥാർത്ഥ അവകാശികൾക്ക് അത് ആ മുതൽ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു ഒരു കാത്തുക്കാണ്. ആരാണ്? എളാപ്പയാണ്, ഒന്നും മരുമകനാണ്. കാത്തുക്കാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങി. അള്ളാഹുവിൻ്റെ റസൂലിന് നമസ്കാരത്തിന് ശേഷം പറഞ്ഞു, ആരെങ്കിലും ഇത് ഉസ്മാനിൻ്റെ അടുത്തും തിരിച്ചു വാങ്ങിയാൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവും. ഇന്നും ആ താക്കോല് അതേ കുടുംബത്തിൻ്റെ പരമ്പരയില്ല, രാജകുടുംബത്തിൻ്റെ പേരിലല്ല, ആ കുടുംബത്തിന്റെ പേരിലാണ് ഇന്നും ആ താക്കോല് പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോല് ഇന്നും അവന്റെ സൂക്ഷിപ്പുകാർ ആ കുടുംബമാണ്, ഷേബ കുടുംബം.